ഹായ്, എല്ലാവർക്കും ട്യൂട്ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ബേബി കെയർ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ വായ നമ്മൾ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്? നവജാത ശിശുക്കളിൽ നമ്മൾ വായ വൃത്തിയാക്കുന്ന കാര്യത്തിൽ പല അമ്മമാരും അത്ര ശ്രദ്ധിക്കാറില്ല. കാരണം പാല് മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ. പല്ല് വന്നിട്ടൊക്കെ മതി വായിലെ ക്ലീനിങ്, അല്ലെങ്കിൽ മോണയ്ക്കും പല്ലിനൊന്നും ഇപ്പോൾ ഉള്ള ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്നവരും കുറേ പേരുണ്ട്. അപ്പം കുഞ്ഞിൻ്റെ വാ വൃത്തിയാക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാരെപ്പോഴും കുഞ്ഞിനെ കുളിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റു പല കാര്യത്തിലാണെങ്കിലും എല്ലാം വളരെ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. പക്ഷേ ഈ വായ വൃത്തിയാക്കുന്ന കാര്യത്തിൽ അവർ ചിലപ്പോൾ അത്ര ശ്രദ്ധ കാണിച്ചത് വരില്ല. അല്ലെങ്കിൽ ചിലർ ചെയ്യുന്നുണ്ടാവും, ചിലവർക്ക് അത്ര അത് അറിയില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ കുഞ്ഞ് പാല് കുടിച്ച ശേഷം കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശക്തി തന്നെ വളരെ കുറവാണ്. പാല് കുടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു അംശം കുഞ്ഞിൻ്റെ വായിൽ കാണും. അപ്പോൾ അതങ്ങനെ പല പ്രാവശ്യം പാല് കുടിച്ച് കഴിയുമ്പം അങ്ങനെ നിന്ന് കുഞ്ഞിൻ്റെ വായിലെ ഉമിനീരിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് വായ ശ്രദ്ധയെ വൃത്തിയാക്കാനുള്ള കഴിവും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ പാല് അടിഞ്ഞു കൂടിയിട്ട് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് കുഞ്ഞിൻ്റെ നാവിൽ പൂപ്പൽ വന്ന് എന്ന് പറയാമല്ലേ, ഓറൽ ത്രഷ് എന്ന് പറയും. അപ്പം ആ ഒരു കാരണം കൊണ്ടും അങ്ങനെ വരാം. അപ്പോൾ ഒരു വെള്ളപ്പാട പോലെ കുഞ്ഞിൻ്റെ നാവിൽ ഇങ്ങനെ അത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി എടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞ് നമ്മുടെ ചൂണ്ടുവിരലിൽ ചുറ്റിയിട്ട് നാവ് ഭാഗം, ആ ഭാഗം, മണ്ണാക്ക്, മോണ, ആ ഭാഗമെല്ലാം മെല്ലെ വളരെ പതുക്കെ സർക്കുലർ മോഷനിൽ തുടച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് കുഞ്ഞിൻ്റെ വാ വൃത്തിയാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എത്ര നാളത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുഞ്ഞിന് പാൽപ്പല്ല് മുളയ്ക്കുന്നത് വരെ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ വാ ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കാവുന്നതാണ്. ഓരോ തവണ ക്ലീൻ ചെയ്യുമ്പോഴും നമുക്ക് തുണി വൃത്തിയായിരിക്കണം. അതുപോലെ അത് കഴുകുന്ന വെള്ളവും ചെറു ചൂടുവെള്ളം ക്ലീൻ ചെയ്ത് മാറ്റി പുതിയ വെള്ളം എടുത്ത് പിഴിഞ്ഞിട്ട് വേണം. വളരെ നമ്മുടെ കയ്യിൽ നിന്ന് വളരെ വൃത്തിയായിരിക്കണം ചെയ്ത് കൊടുക്കുമ്പോൾ. അങ്ങനെ വേണം കുഞ്ഞിൻ്റെ വായ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പാൽപ്പല്ലൊക്കെ മുളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് ടൂത്ത് ബ്രഷ്, ഫിംഗറിൽ നമുക്ക് കയറ്റി വെച്ചിട്ട് തേക്കാൻ പറ്റുന്ന അങ്ങനത്തെ ബ്രഷ് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ചെറിയ പല്ല് മുളച്ച് തുടങ്ങുമ്പോഴത്തേക്കും അത് വെച്ച് പിന്നെ മുതൽ അങ്ങനെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പം പാല് മാത്രം കുടിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കുഞ്ഞിൻ്റെ വായ വൃത്തിയാക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.